ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 18ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഉറപ്പായും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മൗലിക അവകാശങ്ങളിൽ നിന്നുമുള്ളത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. മൗലിക അവകാശങ്ങൾ എന്താണ് മക്കളെ? മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള അവകാശങ്ങളെ പറയുന്നതാണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഏത് ഭാഗത്തിലാ പറയുന്നത്? ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. മൗലിക അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഏതു രാജ്യത്ത് നിന്ന് കടമെടുത്ത ആശയമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചോദിക്കാറുള്ള ബേസ് ലെവൽ ഉള്ള മറ്റൊരു ചോദ്യമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിന്റെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഏത് അനുച്ഛേദം അല്ലെങ്കിൽ ഏത് വകുപ്പ് മുതൽ ഏത് വകുപ്പ് വരെയാണ് പറയുന്നത് എന്നുള്ളത്. അത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പ് അല്ലെങ്കിൽ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും മറന്നു പോകരുത്. കാരണം ഇതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല. അത്രയ്ക്ക് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നുകൂടി പറയാം. എന്താണ് മൗലിക അവകാശങ്ങൾ എന്നതിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളെ പറയുന്നതാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഏതു രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഭാഗം 3 മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അതേപോലെ തന്നെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 അന്ന് ഏകദേശം 19 മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു കരട് റിപ്പോർട്ടായിരുന്നു എന്തെന്ന് പറയുന്നത് നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ചതാണ് ഈ പറയുന്ന നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 1928 നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഏകദേശം 19ഓളം മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു കരട് രേഖയായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന നെഹ്റു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോത്തിലാൽ നെഹ്റു ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത്. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു. ഏത് രാജ്യത്ത് നിന്നാ? അമേരിക്കയിൽ നിന്നും കടം കൊണ്ട ആശയമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ
മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടത് എന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആൻഡ് ബേസ് ലെവൽ ചോദ്യമാണ്. ഏതാണ് മക്കളെ? അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടത്. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ആരാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. മൗലിക അവകാശങ്ങൾ അനിയന്ത്രിതമായ അവകാശങ്ങളല്ല, അവയ്ക്ക് മേൽ ന്യായമായ നിയന്ത്രണം സ്റ്റേറ്റിന് ഏർപ്പെടുത്താൻ സാധിക്കും. ഗവൺമെന്റിന് ഇത്തരം നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾ നമുക്ക് ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് നടപ്പിലാക്കാനായിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. പാർലമെന്റിന് ഭരണഘടന അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു. മൗലികാവകാശങ്ങൾ പരിപൂർണമല്ല. അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. മറ്റു ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. ഇത് വ്യക്തികൾക്ക് പ്രത്യേക അവകാശവും നൽകുന്നു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു. ഏത് ഭാഗത്തിലാ? ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഭാഗം 3 അതേപോലെ തന്നെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാണ്? 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? ഈ പറയുന്ന ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ കേട്ടോ, ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയുമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏകദേശം 19ഓളം മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു കരട് രേഖയായിരുന്നു എന്തെന്ന് പറയുന്നത് നെഹ്റു റിപ്പോർട്ട്. സമർപ്പിച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്. തയ്യാറാക്കിയത് മോത്തിലാൽ നെഹ്റു ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിൽ നിന്നാണ്. ആരാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ സാധുബേട്ട് എന്ന് പറയുന്ന ദ്വീപിലാന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങൾ അനിയന്ത്രിതമായ അവകാശങ്ങളല്ല, അവയ്ക്ക് മേൽ ന്യായമായ നിയന്ത്രണം സ്റ്റേറ്റിന് ഏർപ്പെടുത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇത്തരം നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണെന്നുള്ളതും നോക്കി വെക്കുക. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് എവിടെ സമീപിക്കാം? കോടതിയെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. പാർലമെന്റിന് ഭരണഘടന അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൗലിക അവകാശങ്ങൾ പരിപൂർണമല്ല. മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാതന്ത്ര്യങ്ങളെയും പരിമിതപ്പെടുത്തുന്നു. മറ്റു ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. ഇവ വ്യക്തികൾക്ക് പ്രത്യേകം അവകാശവും നൽകുന്നുണ്ട്.
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഭാഗം 3 ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് ഏതിനെ കുറിച്ച് പറയുന്നത്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്നുകിൽ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ വകുപ്പ്, അല്ലെങ്കിൽ അനുച്ഛേദം. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു മദ്രാസ് സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1927 മദ്രാസ് സമ്മേളനമാണ്. അധ്യക്ഷൻ MA അൻസാരി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനായിരുന്നു MA അൻസാരി. ഓക്കെ, മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കറാച്ചി സമ്മേളനമാണ്. 1931 അധ്യക്ഷൻ സർദാർ വല്ലഭായി പട്ടേൽ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കറാച്ചി സമ്മേളനമാണ്. 1931 അധ്യക്ഷൻ സർദാർ വല്ലഭായി പട്ടേൽ. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയ കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ആരാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിട്ടുകളാണ്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യവുമാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിട്ടുകളാണ്. എത്ര തരം റിട്ടുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തരം റിട്ടുകളെ കുറിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോഡാണ് CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ CPM അതേപോലെ തന്നെ HQ എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവായിട്ടുള്ള റിട്ടുകളുടെ കോഡ് എന്ന് പറയുന്നത് എന്താണ്? CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ CPM HQ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ 5 റിട്ടുകളെ കുറിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ CPM HQ എന്ന് പറയുമ്പോൾ C for certiorari, P for prohibition, അതേപോലെ തന്നെ എന്താണ് CPM, M for mandamus. അപ്പോൾ CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹേബിയസ് കോർപ്പസ്, അതേപോലെ തന്നെ കോ വാറന്റോ. അപ്പോൾ നമുക്ക് എത്രയായി? 5 തരം റിട്ടുകളാണെന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയം. അപ്പോൾ റിട്ട് അതേപോലെ തന്നെ ബ്രിട്ടൻ എത്രണ്ണാണ്? 5 എണ്ണം. കോഡ് ഏതാണ്? CPM HQ എന്ന് പറയുന്നത്. ഇത് എന്തായിരുന്നു? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് എന്തെന്ന് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ആണ് റിട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ളത്. അത് 32. എന്നാൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് 32 എന്ന് 200. അതായത് സുപ്രീം കോടതി ആണെങ്കിൽ 32, ഹൈക്കോടതി ആണെങ്കിൽ 226 ആർട്ടിക്കിൾ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് എന്ന് പറയുന്ന ആ ഒരു ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് ഓർത്തു വയ്ക്കുക. എത്ര തരം റിട്ടുകളാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തരം റിട്ടുകളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഏതാണ് അതിൻ്റെ കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് CPM HQ എന്ന് ഓർത്തു വെച്ചാൽ അത്രയും 5 റിട്ടുകൾ നമുക്ക് ഓർത്തു വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തു വെച്ചോ, അതിൻ്റെ അകത്ത് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32 ആണെന്നുള്ളതും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 226 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക.
ചോദിച്ചേക്കണതാണ് ഒത്തിരി തവണ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണമാണ് റിട്ട്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലിക അവകാശങ്ങൾ എത്രയാണെന്ന് PSC ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന അവകാശങ്ങൾ 7 എണ്ണമായിരുന്നു. ഭരണഘടനയിൽ ഇപ്പോൾ 6 തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ എത്ര എണ്ണമാണ് മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ അത് 6 എണ്ണമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇന്ന് നിയമ അവകാശമല്ലെങ്കിൽ ഭരണഘടനാ അവകാശമായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മൗലിക അവകാശങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ മൗലിക അവകാശങ്ങളിൽ ഉണ്ടായിരുന്ന സ്വത്തവകാശത്തെ എടുത്തു മാറ്റിയതിന് ശേഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് എത്ര എണ്ണമായി മാറിയത്? 6 മൗലിക അവകാശങ്ങളായിട്ട് മാറിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല, ഭരണഘടനയുടെ വിശേഷണങ്ങൾ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണമാണ് ഉണ്ടായിരുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ? 7 എണ്ണമാണ്. ഇപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എണ്ണമാണ്. ഏതാണ് അതിൽ നിന്നും എടുത്തു കളഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റി ഉള്ളത്. ഇന്നതൊരു നിയമ അവകാശമാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. എന്തൊക്കെയാണ് ഭരണഘടനയുടെ വിശേഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത്. യെസ്, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ വിശേഷണങ്ങളാണ്. ഒന്നാമത്തെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? മൗലിക അവകാശങ്ങളാണ് സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഈ പറയുന്ന നമ്മുടെ മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്രയൊക്കെയാണ് വിശേഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മക്കളെ വിശേഷണങ്ങൾ? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്. ഇത് മൂന്നും ഏത് തന്നെയാണ്? മൗലിക അവകാശങ്ങളുടെ വിശേഷണങ്ങളാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ അതിൻ്റെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. താഴെ പറയുന്ന വിശേഷണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ബന്ധമില്ലാത്ത വിശേഷണങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അപ്പോൾ ഓർത്തു വെച്ചോ, ഒന്നാമത്തെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. 2, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെട്ടു. 3, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെട്ടു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ വിശേഷണങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നും അറിയപ്പെടുന്നു. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ ചോദിച്ച ഒരു അമെൻമെന്റ് ആണ് ഈ പറയുന്ന സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാന്നുള്ളത്. ഏതാണ് ആ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 44-ാം ഭേദഗതിയാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1978-ലാണ്. അപ്പോൾ 44-ാം ഭേദഗതി 1978 സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 44-ാം ഭേദഗതി 1978 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 44-ാം ഭേദഗതി നിലവിൽ വന്നത് 1979-ലാണ്. 44-ാം ഭേദഗതി നിലവിൽ വന്നത്. ഇനി നിലവിൽ വന്നപ്പോൾ ഭരണഘടനയുടെ ഇപ്പോൾ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 300A എന്ന് പറയുന്ന അനുച്ഛേദത്തിലാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ സ്വത്തവകാശത്തെ കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് 300A. എന്നാൽ പണ്ട് ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് അനുച്ഛേദത്തിലാണ് ഇത് പ്രതിപാദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 31-ാം അനുച്ഛേദത്തിലാണ് പണ്ട് പ്രതിപാദിച്ചത്. ഇന്ന് 300Aയും പണ്ട് 31-ാം അനുച്ഛേദമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ
ഇന്ന് ആർട്ടിക്കിൾ 300A, അന്ന് ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 31 ഓർത്തു വയ്ക്കുക. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായി ആണ്. ജനതാ ഗവൺമെന്റിന്റെ സമയത്താണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഏതായിരുന്നു പ്രധാനമന്ത്രി? മൊറാർജി ദേശായി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ജനതാ ഗവൺമെന്റ്. സ്വത്തവകാശം നിയമാവകാശമാകുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. അപ്പോൾ സ്വത്തവകാശം നിയമാവകാശമാകുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓക്കെ. നിയമ അധികാരത്തിലല്ലാതെ യാതൊരു ആളുടെയും സ്വത്തവകാശം എടുത്തുകളയുവതില്ലെന്ന് അനുച്ഛേദം 300 പ്രതിപാദിക്കുന്നു. അപ്പോൾ നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ യാതൊരാളുടെയും സ്വത്തവകാശം, അപ്പോൾ നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ യാതൊരാളുടെയും സ്വത്തവകാശം കളയുകയില്ലെന്ന് അനുച്ഛേദം 300 പ്രതിപാദിക്കുന്നു. ഈ വ്യവസ്ഥ സൂചിപ്പിക്കുന്നത് പാർലമെന്റ് സംസ്ഥാന നിയമനിർമ്മാണ സഭയോ പാസാക്കിയ നിയമത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വത്ത് ആ വ്യക്തിക്ക് നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതായത് എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തത്തിലൂടെ അത് സാധ്യമല്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതിൽ ലംഘനമുണ്ടായാൽ പരാതിക്കാരനായ വ്യക്തിക്ക് അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണ്, ഹൈക്കോടതി എന്ത് ചെയ്യുന്നത്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയുടെ 226 സുപ്രീം കോടതിയുടെയാണ് 32 എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് കുറച്ചു മുമ്പ്. ഓക്കെ. സമൂഹത്തിന്റെ പൊതു ആവശ്യത്തിന് ഭാഗമായോ അല്ലെങ്കിൽ ന്യായമായ നഷ്ടപരിഹാരം ഉടമയ്ക്ക് നൽകുക വഴിയോ മാത്രമേ സർക്കാരിന് ഒരു വ്യക്തിയുടെ സ്വത്ത് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വത്ത് അങ്ങനെ നമ്മളെ സർക്കാരിന് എടുക്കാൻ പറ്റത്തൊന്നുമില്ല. സമൂഹത്തിന്റെ പൊതു ആവശ്യത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ന്യായമായ നഷ്ടപരിഹാരം ഉടമയ്ക്ക് നൽകുക വഴിയോ മാത്രമേ സർക്കാരിന് ഒരു വ്യക്തിയുടെ സ്വത്ത് ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഭരണഘടനയുടെ 12ാം ഭാഗത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. അപ്പോൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്? 12ാം ഭാഗത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 12ാം ഭാഗത്തിലാണ് ഉള്ളത്, ഓർത്തു വയ്ക്കുക. ഇത് മുൻപ് 3ാം ഭാഗത്തിലായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. അതായത് നമുക്കറിയാം പാർട്ട് 3 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂടെ ആയിരുന്നു പണ്ട്. ഇന്ന് 12ാം ഭാഗത്തിലാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ബേസ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1 or 2 തവണ എന്ത് ചെയ്യുക? കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞു ഭരണഘടനയുടെ വിശേഷണങ്ങൾ, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാം ഭേദഗതി. എന്നാണ് 44ാം ഭേദഗതി എന്ന് ചോദിച്ചാൽ 1978. ഇത് നിലവിൽ വന്നതാണ് 1973 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. നിലവിൽ ഭരണഘടനയുടെ 300A അനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ന് 300A, ആർട്ടിക്കിൾ 300A. മുൻപ് ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അന്ന് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊറാർജി ദേശായി, ജനതാ ഗവൺമെന്റ്. അന്ന് ആരായിരുന്നു പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. നിയമം അധികാരപ്പെടുത്തിയാലല്ലാതെ യാതൊരാളുടെയും സ്വത്തവകാശം എടുത്തു കളയുവതില്ലെന്ന് അനുച്ഛേദം 300 പ്രതിപാദിക്കുന്നത്. ഈ വ്യവസ്ഥയെ സൂചിപ്പിക്കുന്ന പാർലമെന്റ് സംസ്ഥാന നിയമനിർമ്മാണ സഭയോ പാസാക്കിയ നിയമത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിയുടെ സ്വത്ത് ആ വ്യക്തിയിൽ നിന്നും നീക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതായത് എക്സിക്യൂട്ടീവ് ഉത്തരവാദിത്തത്തിലൂടെ അത് സാധ്യമല്ല. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു, അതായത് നിലവില് മൗലിക അവകാശങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ സമീപിക്കുന്നത് ഹൈക്കോടതിയെ ആർട്ടിക്കിൾ 226 പ്രകാരമാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഓരോന്നും, അതായത് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ എന്താണ് എന്നുള്ളത് നമുക്കിനി നോക്കാം. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനമാണ്.
കേന്ദ്ര സർക്കാരും പാർലമെന്റും സംസ്ഥാനങ്ങളിൽ അതാത് സർക്കാരും നിയമനിർമ്മാണ സഭകളും ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങളിലുള്ളതോ ഭാരതത്തിന്റെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളെയും സ്റ്റേറ്റ് എന്നതിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അനുച്ഛേദം 12 എന്താണ്? സ്റ്റേറ്റ് എന്ന പദത്തിന്റെ നിർവചനം. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും പാർലമെന്റും സംസ്ഥാനങ്ങളിൽ അതാത് സർക്കാരും നിയമനിർമ്മാണ സഭകളും ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനുള്ളിലുള്ളതോ ഭാരതത്തിന്റെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതോ ആയ എല്ലാ അധികാര സ്ഥാനങ്ങളും സ്റ്റേറ്റ് എന്നതിൽ ഉൾപ്പെടുന്നു. ഇനി അനുച്ഛേദം 13 പറയുന്നത് മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തത് അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നു. അപ്പോൾ മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തത് അവയ്ക്ക് വിപരീതമായോ ആ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നു. അതായത് ജുഡീഷ്യൽ റിവ്യൂ, പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയുടെ അധികാരമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പാണ് അനുച്ഛേദം 13. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഭരണഘടനയിൽ ഒരിടത്തും നീതിന്യായ പുനഃപരിശോധന എന്ന പദം പരാമർശിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. ജുഡീഷ്യൽ റിവ്യൂ 13 ആണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്? അതായത് പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ. ആശയം അമേരിക്കയിൽ നിന്നുമാണ് കടം കൊണ്ടത്. ആർട്ടിക്കിൾ 13 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. മൗലിക അവകാശങ്ങൾ: 1. സമത്വത്തിനുള്ള അവകാശം. 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. 3. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. 23 മുതൽ 24 വരെയുള്ള ആർട്ടിക്കിളുകളാണ് പറയുന്നത്. 4. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 29 മുതൽ 30 വരെ. അടുത്തതാണ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. അത് 32 ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് സമത്വത്തിനുള്ള അവകാശമാണെങ്കിൽ 14 മുതൽ 18 വരെ. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന 6 മൗലിക അവകാശങ്ങൾ. അപ്പോൾ 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യം, 3 ചൂഷണം, അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യം, സാംസ്കാരികം, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം 14 to 18. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അനുച്ഛേദം 13 നമ്മൾ പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂ. അനുച്ഛേദം 14 എന്താണെന്നുള്ളത് നോക്കാം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു. ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും ഇക്വാളിറ്റി പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ഇക്വാളിറ്റി ബിഫോർ ലോ എന്നതൊരു നെഗറ്റീവ് ആശയവും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നത് പോസിറ്റീവ് ആശയവുമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അനുച്ഛേദം 361 പ്രകാരം പദവിയിലിരിക്കെ രാഷ്ട്രപതി, സംസ്ഥാന ഗവർണർമാർ എന്നിവർക്കെതിരെ യാതൊരു വിധ ക്രിമിനൽ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല. വിദേശ ഭരണാധികാരികൾ, നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർക്ക് അനുച്ഛേദം 14 ഇളവ് നൽകുന്നു. ഇനി നിയമവാഴ്ച എന്താണ്? റൂൾ ഓഫ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ല എന്നുമാണ് നിയമവാഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിയമവാഴ്ച എന്നത് ആശയം ഇന്ത്യ കടം കൊണ്ടത് ബ്രിട്ടനിൽ നിന്നാണ് നിയമവാഴ്ച എന്ന ആശയം കടം കൊണ്ടത്. റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് പോലീസ്
എന്ന പുസ്തകം രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മയാണ്. അപ്പോൾ റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് പോലീസ് എന്ന പുസ്തകം രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. നിയമവാഴ്ച എന്ന ആശയം ജനകീയമായത് AV ഡൈസി വഴിയാണ്. നിയമവാഴ്ച എന്ന ആശയം ജനകീയമാക്കിയത് AV ഡൈസി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ നിയമവാഴ്ച അതായത് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്നതാണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അനുച്ഛേദം 15 കുറിച്ചാണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നതാണ് അനുച്ഛേദം 15 എന്ന് പറയുന്നത്. അപ്പോൾ മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നതാണ് അനുച്ഛേദം 15. അനുച്ഛേദം 15-ൽ 3 സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നത്. അനുച്ഛേദം 15-ൽ 6 ആണെങ്കിൽ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 15-ൽ 6 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് അനുച്ഛേദം 15 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നതാണ് അനുച്ഛേദം 15 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് അനുച്ഛേദം 16. പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. ഓക്കെ, പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നു. മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനും പൊതുനിയമനങ്ങളിൽ നിവേദനം പാടില്ല എന്ന് അനുച്ഛേദം 16 അനുശാസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നതാണ് അനുച്ഛേദം 16. മതം, വർഗം, ജാതി, ലിംഗം, പിന്തുടർച്ച, ജന്മസ്ഥലം, വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനും പൊതുനിയമനങ്ങളിൽ എന്ത് പാടില്ല, വിവേചനം പാടില്ല എന്ന് അനുച്ഛേദം 16 അനുശാസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പൊതുനിയമനങ്ങളിലെ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 16 പൊതുനിയമനങ്ങളിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന അനുച്ഛേദം. ഓക്കെ, അവസര സമത്വം ഉറപ്പാക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. അപ്പോൾ അവസര സമത്വം ഉറപ്പാക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട 7 അംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. അത് നിയമിതമായത് 2005 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട 7 അംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി. സച്ചാർ കമ്മിറ്റി എന്നാണ് നിയമിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2005 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, രണ്ടാം പിന്നാക്ക സമുദായ കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ. നിയമിച്ചത് മൊറാർജി ദേശായി ആണ്. 1979 ജനുവരി 3 രണ്ടാം പിന്നോക്ക സമുദായ കമ്മീഷനായ മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത്. ചെയർമാൻ BP മണ്ഡലാണ്. ലക്ഷ്യം സാമൂഹികപരവും വിദ്യാഭ്യാസപരവുമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ കണ്ടെത്തി അവരുടെ ഉന്നമനത്തിനുള്ള മാർഗങ്ങൾ ശുപാർശ ചെയ്യുക. അതായിരുന്നു മണ്ഡൽ കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യം ചോദിച്ചാൽ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ കണ്ടെത്തി അവരുടെ ഉന്നമനത്തിനായുള്ള മാർഗങ്ങൾ ശുപാർശ ചെയ്യുക. ഇതായിരുന്നു മണ്ഡൽ കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ചത് 1980 അനുച്ഛേദം 340 പ്രകാരം രൂപീകൃതമായ ഒന്നാം പിന്നോക്ക സമുദായ കമ്മീഷനാണ് കാക്ക കലേക്കർ കമ്മീഷൻ. 1953 ജനുവരി 29. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അനുച്ഛേദം 340 പ്രകാരം രൂപീകൃതമായ ഒന്നാം പിന്നോക്ക സമുദായ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കാക്ക കലേക്കർ കമ്മീഷൻ. എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1953 ജനുവരി 29.
അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അനുച്ഛേദം 17 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഒത്തിരി തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് കാണാൻ പറ്റിയേക്കുന്ന ഒരു ചോദ്യമാണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾ. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അനുച്ഛേദം 17 ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ ഏക ആർട്ടിക്കിൾ, ഏക അനുച്ഛേദം, ഏക വകുപ്പ് എല്ലാം ഏത് തന്നെയാണ്? ആർട്ടിക്കിൾ 17 ഓർത്തു വയ്ക്കുക. അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 അനുസരിച്ചാണ്. 1955 പാർലമെന്റ് പാസാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ടിനെ 1976 ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഈ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി 2 വർഷം വരെ തടവു ശിക്ഷ ഉൾപ്പെടെ ലഭിക്കാവുന്നതുമാണ്. അയിത്തം എന്ന പദം ഭരണഘടനയിലെ ഈ ആക്ടിലോ എവിടെയും നിർവചിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 17 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? അനുച്ഛേദം 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ വിളിച്ച് കൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് അനുച്ഛേദം 17. അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955 അനുസരിച്ച്. 55 പാർലമെന്റ് പാസാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ടിനെ 1976 ഭേദഗതി ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് എന്ന പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഈ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി 2 വർഷം വരെയാണ് തടവ് ശിക്ഷ ലഭിക്കുന്നത്. അയിത്തം എന്ന പദം ഭരണഘടനയിൽ ഒരാക്ടിലും എന്ത് ചെയ്യുന്നില്ല, പരാമർശിച്ചിട്ടുമില്ല. അനുച്ഛേദം 18 പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. അപ്പോൾ പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു. സൈനിക പദവിയും അക്കാദമിക്കും ഒഴികെ ബാക്കി എല്ലാ പദവികളും നാമങ്ങളും എന്ത് ചെയ്യാണ്? നിലവിൽ നിർത്തലാക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 12 മുതൽ 22 വരെ. അനുച്ഛേദം 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽപ്പെടുന്ന അവകാശങ്ങളാണ് പത്രസ്വാതന്ത്ര്യം, ടെലിഫോൺ സംഭാഷണം നടത്തുന്നതിനായുള്ള അവകാശം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളോ ആഹ്വാനം ചെയ്ത ബന്ദിനെതിരായ അവകാശം, സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനുള്ള അവകാശം, നിശബ്ദത സ്വാതന്ത്ര്യം, പ്രതിഷേധത്തിനുള്ള അവകാശം സമരം ഉൾപ്പെട്ടിട്ടില്ല, സ്വന്തം കാഴ്ചപ്പാടുകളും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും പ്രചരിപ്പിക്കാനുള്ള അവകാശം, വിവരാവകാശം. പൗരസ്വാതന്ത്ര്യത്തിന് ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 19 1A എന്ന് പറയുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ PSC ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളെയാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഡ്മണ്ട് ബ്രൂക്കാണ്. ഓക്കെ, എഡ്മണ്ട് ബുർക്കാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ഫോർത്ത് എസ്റ്റേറ്റ് അറിയപ്പെടുന്നത്. ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങളാണ്. അപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്ക എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അനുച്ഛേദം 19 1A പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കപ്പെടുന്നു. അനുച്ഛേദം 19 1A പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കപ്പെടുന്നു. അനുച്ഛേദം 19 1B പ്രകാരം പൗരന്മാർക്ക് സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള അവകാശമുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ ഒരു മജിസ്ട്രേറ്റ് CRPC 144 വകുപ്പിന് അനുസരിച്ച് അത് താൽക്കാലികമായി റദ്ദാക്കാവുന്നതുമാണ്. അപ്പോൾ എന്താണ്, നിലവിലെ ഈ പറയുന്ന മൗലിക അവകാശങ്ങളിൽ പെടുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? നിലവിൽ ഈ ഒരു അടിയന്തര കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു? CRPC 144 വകുപ്പിനനുസരിച്ച് ഇത് താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നു. അനുച്ഛേദം 19 ആഭ്യന്തര സഞ്ചാര വ്യവസ്ഥകളെ കുറിച്ചും
അനുച്ഛേദം 21 രാജ്യാന്തര സഞ്ചാരത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അനുച്ഛേദം 20 ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണമാണ് അനുച്ഛേദം 20 പരാമർശിക്കുന്നത്. നോ എക്സ് പോസ്റ്റ് ഫാക്ടോ മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കുവാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 20 നോ ഡബിൾ ജിയോപാഡി, അതായത് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് അധികം അല്ലെങ്കിൽ ഒന്നിലധികം തവണ ശിക്ഷിക്കുവാനോ വിചാരണ നടത്തുവാനോ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 നോ സെൽഫ് ഇൻക്രിമിനേഷൻ, ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 23 അപ്പോൾ അനുച്ഛേദം 20 തന്നെ 3 കാറ്റഗറി ഉണ്ട്. അത് 3 ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. 1 നോ എക്സ് പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുന്നത്, 2 നോ ഡബിൾ ജിയോപാഡി, അടുത്തത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് ഏതിൽ പറയുന്നത്? ആർട്ടിക്കിൾ 21 പറയുന്നത്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നതാണ് അനുച്ഛേദം 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നതാണ് അനുച്ഛേദം 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശത്തിൽ പെടുന്നു എന്ന് പറയുന്നു. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദമാണ് 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് KS പുട്ടസ്വാമി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017. അപ്പോൾ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് KS പുട്ടസ്വാമി കേസ് വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ 21 അനുച്ഛേദം അനുസരിച്ചാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത്. ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്നത് അനുച്ഛേദം 21 പ്രകാരമാണ്. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ ചോദിച്ചതുമാണ്. അന്ന് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യം, ഇന്നതൊരു ബേസ് ചോദ്യവുമാണ്. ഓർത്തു വെച്ചോ, ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദം 14, 19, 21. ഓക്കെ, 14, 19, 21. അടിയന്തരാവസ്ഥ സമയത്ത് പോലും നമുക്ക് റദ്ദ് ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ അത് 20, 21 അടിയന്തരാവസ്ഥ സമയത്ത് ഒത്തിരി തവണ മക്കളെ ചോദിച്ച ചോദ്യമാണ്. അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് 20, 21 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് 14, 19, 21. ഈ 3 എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. സുവർണ ത്രികോണമാണ് 14, 19, 21. ഏതാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത അനുച്ഛേദം എന്ന് ചോദിച്ചാൽ 20, 21 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അനുച്ഛേദം 21 ഭാഗമായാണ് സുപ്രീം കോടതി പ്രസ്താവിച്ച ചില അവകാശങ്ങൾ. മാനുഷികമായ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം, മലിനരഹിതമായ ജലം, അപകടകരമായ വ്യവസായശാലകളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള അന്തസ്സായ ജീവിത പരിസ്ഥിതിക്കുള്ള അവകാശം, ഉപജീവനത്തിനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള അവകാശം, താമസ സൗകര്യത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, വിദേശ സഞ്ചാരത്തിനുള്ള അവകാശം, ഏകാന്ത തടവിനെതിരായുള്ള അവകാശം, മനുഷ്യരഹിതമായ പെരുമാറ്റത്തിനെതിരെയുള്ള അവകാശം, തടവിൽ പാർപ്പിച്ച് തൊഴിലെടുപ്പിക്കുന്നതിനെതിരെയുള്ള അവകാശം, അടിയന്തരാവസ്ഥ വൈദ്യപരിചരണത്തിനുള്ള അവകാശം, കസ്റ്റഡി ഉപദ്രവത്തിനെതിരെ ഉള്ള അവകാശം, പൊതുസ്ഥലങ്ങളിൽ തൂക്കിലേറ്റപ്പെട്ടതിനെതിരായ അവകാശം, ഇന്റർനെറ്റ് ലഭ്യതയ്ക്കുള്ള അവകാശം, ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കുന്നതിനുള്ള അവകാശം. അപ്പോൾ ഇത്രയും അവകാശങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ആർട്ടിക്കിൾ 21A ആണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86 ഭേദഗതി 2022. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശം
6-14 ആർട്ടിക്കിൾ 21A. ഓക്കെ, ഇനി അടുത്താണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അനുച്ഛേദം 21A. അന്ന് പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു, പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. വിദ്യാഭ്യാസ അവകാശ നിയമം ആർട്ടിക്കിൾ 21A ചുവടു പിടിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2009 പാർലമെന്റ് പാസാക്കിയത്. വിദ്യാഭ്യാസാവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസാവകാശ നിയമം ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയത് 2019 ജനുവരി 3, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 21A നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും നമ്മൾ പഠിക്കുന്നു. ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾ വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും നമുക്ക് നോൺ ഗ്രാമർ നമുക്ക് എല്ലാ ദിവസവും പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നോൺ ഗ്രാമറിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ഓടിച്ചൊന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ഇതൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചത് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ ക്ലാസ്സുകളൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സഹായം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കളക്റ്റീവ് നൗൺസും അതേപോലെ തന്നെ കുറച്ച് മലയാളം തർജിമയും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തത് കളക്റ്റീവ് നൗൺസ് ആണ്. ഹെഡ് ഓഫ് ക്യാറ്റിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പശുക്കൂട്ടത്തെയാണ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് കാറ്റിൽ എന്ന് പറയുന്നത്. അടുത്തത് എ ഹെഡ് ഓഫ് കൗ, പശുവിനെ എന്താണ് ഹെഡ് ഓഫ് കൗ എന്നാണ് പറയുന്നത്. എ ഹെഡ് ഓഫ് ഡീർ എന്നാണ് പറയുന്നത്, മാൻകൂട്ടത്തെ. അതേപോലെ തന്നെ എലിഫന്റിനെ പറയുന്നതും എ ഹെഡ് ഓഫ് എലിഫൻസ് എന്നാണ്. ജിറാഫ് എ ഹെഡ് ഓഫ് ജിറാഫ്സ്, എ ഹെഡ് ഓഫ് ഗോട്ട്, എ ഹെഡ് ഓഫ് പിഗ്സ്, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്ര ഹെഡ് ഓഫ് എന്ന് പറയുന്നത് നമുക്ക് നോക്കി, അതായത് ഹെഡ് ഓഫ് ക്യാറ്റില്, ഹെഡ് ഓഫ് കൗസ്, ഹെഡ് ഓഫ് ഡീർ, ഹെഡ് ഓഫ് എലിഫൻസ്, ഹെഡ് ഓഫ് ജിറാഫ്, അതേപോലെ തന്നെ ഹെഡ് ഓഫ് ഗോട്ട്, ഹെഡ് ഓഫ് പിഗ്സ്. അതായത് നിലവിൽ ഈ പറയുന്നതെല്ലാം നാൽക്കാലികളാണ്. അതേപോലെ തന്നെ എന്താണ് ഇവരെല്ലാം നിലവിലെ കുട്ടികളെ എന്താണ് പാലൂട്ടി വളർത്തുന്ന ആ ഒരു മൃഗങ്ങളുമാണ് ഈ പറയുന്ന ഹെഡ് ഓഫ് എന്ന് പറയുന്നത്. നാൽക്കാലികളിൽ പെടുന്നതും കുട്ടികളെ പാലൂട്ടി വളർത്തുന്നതുമായിട്ടുള്ള മൃഗങ്ങളായിരിക്കും ഈ പറയുന്ന ഹെഡ് എന്ന് പറയുന്ന ആ ഒരു കളക്റ്റീവ് നൗൺസിൽ വരുന്നത് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചാൽ കുറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നോക്കിയേ, ക്യാറ്റില്, കൗ, ഡീർ, എലഫൻസ്, ജിറാഫ്, ഗോഡ്സ്, പിഗ്സ്, ഇതൊക്കെ എന്താണ് നാൽക്കാലികളാണ്. അതേപോലെ തന്നെ പാലൂട്ടി വളർത്തുന്നവരെയാണ് ഇവയുടെ കുഞ്ഞുങ്ങളെ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ ബ്രീഡ് ഓഫ് ചിക്കൻസ്, അതേപോലെ തന്നെ എ മദർ ഓഫ് ക്രോസ്, അതേപോലെ എ ഫ്ലൈറ്റ് ഓഫ് ഡോവ്സ്, എ ഫ്ലോക്ക് ഓഫ് ഡക്സ്, എ ഗാഗിൾ ഓഫ് ഗീസ്, എ ബ്രൂഡ് ഓഫ് ഹെൻസ്. ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ ബ്രീഡ് ഓഫ് ചിക്കൻസ്, എ മദർ ഓഫ് ക്രോസ്, എ ഫ്ലൈറ്റ് ഓഫ് ഡൗസ്, അതേപോലെ എ ഫ്ലോക്ക് ഓഫ് ഡക്സ്, എ ഗാഗിൾ ഓഫ് ഗീസ്, എ ബ്രൂഡ് ഓഫ് ഹെൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കളക്റ്റീവ് നൗൺസിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞതെല്ലാം ഒന്നുകൂടിയും ഓടിച്ചു പറയാം. എ ഹെഡ് ഓഫ് ക്യാറ്റിൽ, എ ഹെഡ് ഓഫ് കൗസ്, എ ഹെഡ് ഓഫ് ഡീർ, എ ഹെഡ് ഓഫ് എലിഫൻസ്, എ ഹെഡ് ഓഫ് ജിറാഫ്, a head of goats, a head of pigs, a flock of birds, a breed of chickens, a mother of crows, a flight of doves, a flock of ducks, a gaggle of geese, a brood of hens. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ 1, 2, 3 തവണ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിക്കാനായിട്ടെങ്കിലും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, അതായത് റിവിഷൻ്റെ സമയത്ത് നമ്മൾ GK എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിൽ അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം, മാത്സ്, ഈ 3ഉം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ പോകാം. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ഓടിച്ച് ഇത് വായിക്കുന്ന പോലെ അന്ന് നമ്മൾ GK നമ്മൾ ഓടിച്ച് വായിക്കും. ഇത് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് മലയാളത്തിൽ ഉൾപ്പെടെ പറഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, ഇനി മലയാളം ശൈലികളും അതേപോലെ തന്നെ തർജിമയുമാണ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്,
കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് നമ്മൾ പറയാറുള്ള ഒരു ശൈലിയാണ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ചിലപ്പോൾ ഇത് തന്നിട്ട് താഴെ കാണുന്ന ശൈലിയുമായിട്ട് ശരിയായിട്ടുള്ള തർജിമ തിരഞ്ഞെടുക്കുക എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നുകൊണ്ട് താഴെ എന്താണ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്നുള്ളതിൻ്റെ 3-4 തരത്തിൽ തന്നിട്ട് അതിൻ്റെ ഒന്ന് ശരിയായത് എടുക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ചു വയ്ക്കണം, ഓർത്തു വെച്ചോ. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്, കുരയ്ക്കും പട്ടി കടിക്കില്ല. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. വേണേൽ ചക്ക വേരിലും കായ്ക്കും. ഓക്കെ, വേണേൽ ചക്ക വേരിലും കായ്ക്കും. നമുക്ക് ഒരു കാര്യം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, അതിൻ്റെ പുറകെ നമ്മൾ നടന്നത് നേടിയെടുക്കും. ഓക്കെ, അതേപോലെ തന്നെയായിരിക്കണം നമ്മുടെ ജോലി എന്ന് പറയുന്നത്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുക്കുക തന്നെ ചെയ്യണം. ഓക്കെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ തർജ്ജിമ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അതായത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതേപോലെ തന്നെ യവൻ ഫ്രോ എ ക്രോ ഇറ്റ്സ് ബേബി ഈസ് പ്രീഷ്യസ്. ഓക്കെ, കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ഓണം മസ്റ്റ് ബി സെലിബ്രേറ്റഡ് ഇവൻ സെല്ലിംഗ് ദ ഡൊല്ലിംഗ് പ്ലേസ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള തർജിമ. മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ. ആകാശക്കോട്ട കെട്ടുക. മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ, ആകാശക്കോട്ട കെട്ടുക. ഫ്രൂട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ ഗിവൺ മോർട്ടൽ ടേസ്റ്റ്. അതായത് വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ്. ഓക്കെ, അപ്പോൾ വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള തർജിമ. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസ് എലോൺ. ജീവിതം മലർമെത്ത മാത്രമല്ല. ജീവിതം എന്ന് പറയുന്നത് മലർമെത്ത മാത്രമല്ല. അതേപോലെ തന്നെ യെസ് ബെഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ദാൻ ടു ദ ബഷ്. കാട്ടിലുള്ള 2 കിളികളേക്കാൾ ഗുണകരം കയ്യിൽ വന്ന് ചേർന്ന ഒരു കിളിയാണ്. ഓക്കെ, അപ്പോൾ എ ബെഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ദാൻ ടു ഇൻ ദ ബഷ്. കാട്ടിലുള്ള 2 കിളികളേക്കാൾ ഗുണകരം കയ്യിൽ വന്നു ചേർന്ന ഒരു കിളിയാണ്. അടുത്തത് ഫൂൾസ് റഷ് ഇൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രീഡ്. ഓക്കെ, ഫിയർ ടു ട്രീഡ്, അതായത് മാലാഖമാർ പയക്കുന്നിടത്ത് ചെകുത്താന്മാർ ഇരച്ചു കയറുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് മലയാളത്തിലെ ശൈലികളും തർജ്ജിമയും പഠിക്കാനുള്ളത്. ഒന്നുകൂടി ഓടിച്ചു പറയാം. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്, കുരയ്ക്കും പട്ടി കടിക്കില്ല. ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. വേണേൽ ചക്ക വേരിലും കായ്ക്കും. അടുത്തത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇവൻ ഫോർ എ ക്രോ ഇറ്റ്സ് ബേബി ഈസ് പ്രീഷ്യസ്. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ഓണം മസ്റ്റ് ബി സെലിബ്രേറ്റഡ് എവൻ സെല്ലിംഗ് ദ ഡൊല്ലിംഗ് പ്ലേസ്. കാണം വിറ്റും ഓണം ഉണ്ണണം. മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ. ആകാശക്കോട്ട കെട്ടുക. ഫ്രൂട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ ഗിവൺ മോർട്ടൽ ടേസ്റ്റ്. വിലക്കപ്പെട്ട കനിയുടെ സ്വാദ് നശ്വരമാണ്. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസ് എലോൺ. ജീവിതം മലർമെത്ത മാത്രമല്ല. എ ബെഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ദാൻ ടു ദ ബഷ്. കാട്ടിലുള്ള 2 കിളിയേക്കാൾ ഗുണകരം കയ്യിൽ വന്നു ചേർന്ന ഒരു കിളിയാണ്. ഫൂൾ റഷ് ഇൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രീഡ്. മാലാഖമാർ ഭയക്കുന്നിടത്ത് ചെകുത്താന്മാർ ഇരച്ചു കയറുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ദിവസം പഠിക്കാനുള്ള കളക്റ്റീവ് നൗൺസും അതേപോലെ തന്നെ മലയാളം ശൈലികളും തർജ്ജിമയും. അപ്പോൾ ബാക്കി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. പഠിച്ച ഉദ്യോഗാർത്ഥികളെല്ലാവരും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ PDF നോട്ട് 1-2 തവണ വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം വൈകിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചതെന്നറിയുന്നതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബോർഡിലും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്നത്തെ ദിവസം ഇത്രയും പഠിച്ചിട്ട് എനിക്ക് എന്തൊക്കെ ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് കാണുക, നോട്ട്സ് വായിക്കുക, ക്വസ്റ്റ്യൻ ബോർഡ് ചെയ്യുക, വീക്ക്ലി റിവിഷനിൽ അറ്റൻഡ് ചെയ്യുക, മന്ത്ലി എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവ് എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എത്ര മാർക്ക് ഓരോ മന്തും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവേണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി നിങ്ങൾ തന്നെ എന്ത് ചെയ്യാം, നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമാണ് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നിങ്ങൾ സെറ്റാക്കി എടുക്കുന്ന പോലെയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങളത് ആത്മാർത്ഥതയോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മൗലിക അവകാശങ്ങളാണ്
നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, പറ്റുന്ന പോലെ തന്നെ PYQ ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഞായറാഴ്ച നമ്മുടെ റിവിഷൻ ആയിരിക്കും, അതിലും എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 2025 നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള സർക്കാർ ജോലി കിട്ടാനായിട്ട് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.